സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയിൽ പരിഷ്കരണത്തിൽ വിമർശനം ശക്തമാകുകയാണ്. കരിക്കുലം പരിഷ്കരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളെ കുറയ്ക്കുന്നതിന് കാരണമാകുന്നുവെന്നാണ് ദേശീയ അധ്യാപക പരിഷത്ത് വ്യക്തമാക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസം ഇപ്പോഴും മീറ്റർ ഗേജിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട്. ക്ലാസുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണം വിമർശനങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയാണ് ഹയർ സെക്കൻഡറി തലത്തിലും വിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കരണം നടത്തുന്നത്. നിലവിൽ 2005-ലും 2013-ലും പരിഷ്കരിച്ച SCERT, NCERT പാഠപുസ്തകങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത്. പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനായി വിപുലമായ ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പരിഷ്കരണങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും വിദ്യാർത്ഥികൾക്ക് ആധുനികവും കാലികവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിക്കുമ്പോഴും വിമർശനവും ശക്തമാണ്. കരിക്കുലം പരിഷ്കരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ കുറയ്ക്കുന്നതിന് കാരണമാകുമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് വിമർശിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസം ഇപ്പോഴും മീറ്റർ ഗേജിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ബ്രോഡ് ഗേജിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കാത്ത കാലത്തോളം കോളേജ് വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ കുട്ടികളെ കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ വികസന വിരുദ്ധർക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി കരിക്കുലം നടത്തുന്ന സമയത്ത്, അതിൻ്റെ റിനോവേഷൻ്റെ സമയത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് കേരള ജനത തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കേരളത്തെ വിദ്യാഭ്യാസത്തെ അനുദിനം പിന്നോക്കം വലിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ സമീപനങ്ങൾ ദേശീയ അധ്യാപക പരിഷത്ത് പൊതുജനസമക്ഷം അവതരിപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പാഠപുസ്തകങ്ങളിൽ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ മുൻനിർത്തുന്നതിലും വിമർശനം ശക്തമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് അനുദിനം ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനങ്ങൾ തകർക്കുന്നുവെന്നും ദേശീയ അധ്യാപക പരിഷത്ത് അഭിപ്രായപ്പെട്ടു. ജനം, തിരുവനന്തപുരം.